നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം 80ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വെക്കാനുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സാഹോദര്യവും സമത്വവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവൃത്തിയോ ഒരു തീരുമാനങ്ങളോ ഒരു നിയമമോ പാസ്സാക്കാൻ പാടുള്ളതല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുക എന്നുള്ള ആ നിയമം പൂർണ്ണമായി ആലപിക്കുക എന്നുള്ള തീരുമാനം നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങളെ തകർത്ത് കളയുന്നതാണ്, മതേതരത്തെ തകർത്ത് കളയുന്നതാണ്. എന്താണ് വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചാലുള്ള പ്രശ്നം എന്താണ്? വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ രണ്ട് വരികളിൽ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും വർണ്ണിക്കുന്നതാണെങ്കിൽ, അത് കഴിഞ്ഞാലുള്ള സ്റ്റാൻസുകളിൽ, അത് കഴിഞ്ഞാലുള്ള വരികളിൽ പ്രത്യേകമായ മതവിഭാഗത്തെക്കുറിച്ചും ആ പ്രത്യേകമായ മതവിഭാഗത്തിൻ്റെ ആരാധന ദൈവങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ല എന്ന് നിയമം പാസാക്കിയവരാണ്, തീരുമാനമെടുത്തവരാണ് 1937 ജവഹർലാൽ നെഹ്റു അടങ്ങുന്ന, സുഭാഷ് ചന്ദ്രബോസ് അടങ്ങുന്ന, സരോജിനി നായിഡു അടങ്ങുന്ന മുതിർന്ന നേതാക്കന്മാർ. വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ 2 വരികൾ ആലപിച്ചാൽ മതി, ബാക്കിയുള്ളത് ആലപിക്കേണ്ടതില്ല. ബാക്കിയുള്ള വരികൾ ആലപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സാഹോദര്യം നഷ്ടപ്പെടുത്തി കളയുന്നതാണ് എന്നവർ തിരിച്ചറിഞ്ഞുകൊണ്ട് വന്ദേ മാതരം, ആദ്യത്തെ ദേശീയ ഗീതമാകുന്ന വന്ദേ മാതരം ആദ്യത്തെ 2 വരി ആലപിച്ചാൽ മതി എന്നുള്ള തീരുമാനം കൈക്കൊണ്ടവരാണ് നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ. പക്ഷേ ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ, ഇന്നത്തെ സർക്കാർ, ഇന്നത്തെ ഗവൺമെന്റ് സ്വാതന്ത്ര്യ പരിപാടികളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്നുള്ള തീരുമാനം, അത് നമ്മുടെ സ്നേഹവും നമ്മുടെ ഐക്യവും അഖണ്ഡതയും നഷ്ടപ്പെടുത്തി കളയുന്നതാണ് എന്നുള്ള കാര്യം നാം മറക്കാൻ പാടുള്ളതല്ല. നമ്മുടെ ഭാരതം 80ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സന്ദേശമായി നാം ഉയർത്തിപ്പിടിക്കേണ്ടത്, എപ്പോഴും നാം കൈക്കൊള്ളേണ്ടത്, നമ്മുടെ ഐക്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന മഹത്തായ സന്ദേശമാണ് ഈ സ്വാതന്ത്ര്യവേളയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ഇടയിലുള്ള പരസ്പരം സ്നേഹത്തെ അല്ലാഹു തആല ശക്തിപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.